മടങ്ങി തിരിച്ച 60-കാരനായ പാസ്റ്റർ ടി ഡേവിഡ്സൺ ധനുവച്ചപുരം കാർമൽ ഹൗസിൽ താമസിക്കുന്നു. ഇദ്ദേഹം 40 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ചേക്കേറിയതാണ്. ക്രിസ്തുമത ശുശ്രൂഷകനായ ഡേവിഡ്സൺ ഇപ്പോൾ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ മേൽനോട്ടക്കാരനാണ്. 8 ചർച്ചുകളാണ് ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. 1975 ജനുവരി 26-ാം തീയതി ഉള്ളൂർ കുളത്തു വീട്ടിൽ ലീലാമ്മ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു ഇദ്ദേഹം. 5 വർഷം മാത്രമാണ് ഇവർ ഒരുമിച്ചു ജീവിച്ചത്. 1981 മെയ് 14-ാം തീയതി ന്യൂമോണിയ രോഗം ബാധിച്ച് ലീലാമ്മ മരണമടഞ്ഞു. എന്നാൽ ഡേവിഡ്സൺ അദ്ദേഹത്തിന്റെ ഭാര്യയായ ലീലാമ്മയെ കൊന്നതാണെന്നു കാണിച്ച് ഡിഫൈൻഡർ എന്ന മാഗസിൻ വാർത്ത പ്രചരിപ്പിച്ച് ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. എനിക്ക് വല്ലാതെ ഒരു സങ്കടം വരുത്തിയത് ഈ ഡിഫൈൻഡ് മാസികയിലുള്ള TS ബാലൻ എന്ന് പറയുന്ന വ്യക്തി പലരെയും വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പല വിദേശങ്ങളിൽ പോകുന്ന ആളാണ്. കുവൈറ്റിൽ ഞാൻ സുവിശേഷ വേലയിൽ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിനാമിയായ ജോസ് പെരുമ്പാർ എന്ന് പറയുന്ന പുള്ളി എൻ്റെ അടുക്ക് പറഞ്ഞ്, നീ അമേരിക്കയിൽ പോയിട്ട് വന്നിരിക്കുകയല്ലേ, ഒരു 2 ലക്ഷം രൂപ TS ബാലൻ്റെ അക്കൗണ്ടിൽ ഇടണം, ഇല്ലെങ്കിൽ നിന്നെപ്പറ്റി അപകീർത്തിപ്പെടുത്ത വാർത്തകളിടും. ഞാൻ തരുന്ന ഞാൻ പലയിടത്തിലെ കർത്താവിൻ്റെ വേലയിൽ പോയി നിനക്കെന്തിനാ തരണം എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഡേവിഡ്സൺ കുവൈറ്റിൽ ദൈവജനം സൂക്ഷിക്കുക, ഭാര്യയെ കൊന്ന് എന്ന് പറഞ്ഞ ഒരു കൊലപാതകനായിട്ടാണ് ചിത്രീകരിച്ച് ലോകം പൂരാ ഞാൻ സുവിശേഷ വേലയിൽ പോകുമ്പോഴൊക്കെയും ഇവൻ്റെ പത്രം കണ്ടവരൊക്കെയും എന്നെ അങ്ങനെയാണ് കണ്ട് സുവിശേഷ വേലയിലിരുന്ന് എന്നെ പുറക്കഴിക്കാനുള്ള ഒരു ഇതാണ് അവൻ കാണിച്ചത്. പാസ്റ്റർ ഡേവിഡ്സണ് നേരെ നടന്ന ആദ്യ ആക്രമണം തന്റെ ഭാര്യ ലീലാമ്മയെ അദ്ദേഹം കൊന്നു എന്നതായിരുന്നു. ഈ ആരോപണം തീർച്ചയായും നാട്ടുകാരിൽ ചിലരല്ല ഉന്നയിച്ചതെന്നതാണ് ഏറ്റവും രസകരമായ വിദ്യ. എന്തായാലും ആ അപമാന ഭാരത്താൽ അദ്ദേഹം വല്ലാതെ തളർന്നുപോയി. പെരുമ്പാവൂർ ആനന്ദ് ഭവനിൽ TS ബാലൻ എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം വെള്ളറട CI പ്രതാപൻ അറസ്റ്റ് ചെയ്തു. ഡിഫൈൻഡർ മാസികയുടെ പത്രാധിപനായ TS ബാലന്റെ ചരിത്രം വിചിത്രമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈബർ കേസിലെ പ്രതിയാണ് ബാലൻ. ഇദ്ദേഹത്തിന്റെ മകൻ അനീഷ് ബാലനും 2006 പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് K ഹരിദാസ് 3 വർഷം കഠിന തടവിന് ശിക്ഷിച്ചതാണ്. കമ്പ്യൂട്ടർ മാധ്യമത്തിലൂടെ അശ്ലീല ചിത്രങ്ങൾ അയക്കൽ, അപകീർത്തിപ്പെടുത്തൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് ബാലന്റെ പേരിൽ ഉന്നയിച്ചിരുന്നത്. അനീഷ് ബാലനാണ് ഈ പത്രത്തിന്റെ ഉടമ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ അത് നോക്കുമ്പോൾ അറിയാം TS ബാലൻ എന്നാണ് ബാലൻ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിനെ കളിപ്പിക്കുക. അതുപോലെ തന്നെ ഇന്നൊരു ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇവനെ ശിക്ഷിച്ച ജഡ്ജിക്ക് തലയ്ക്ക് വട്ടാണെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ അവന്റെ പേരിൽ കോടതി ലക്ഷ്യത്തിൽ കേസെടുത്തിരിക്കുകയാണ്. നിലവിൽ 10-13ഓളം കേസുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അവൻ എല്ലാവരെയും വിരട്ടുന്ന ഉദ്ദേശം പണത്തിന് വേണ്ടി അവൻ വിരട്ടി പൈസ വാങ്ങിക്കാണ്ട് പലരും പേടിച്ച്, എന്ന് വെച്ചാൽ മകളെ വിചാരം ചെയ്ത്, ഭാര്യയുടെ അനിയത്തിയെ വിചാരം ചെയ്ത്, കൊച്ചു പിള്ളേരെ വിചാരം ചെയ്ത്, ആ പെണ്ണുങ്ങളെ പിടിച്ച് എന്നൊക്കെ ഇവൻ പേടിപ്പിച്ച് വിരട്ടിയാണ് പലരെയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവനെ ഇന്ത്യ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ലോക്കൌട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിലേക്കുള്ള കടന്നുകയറ്റം, കമ്പ്യൂട്ടർ വഴി അശ്ലീല ചിത്രങ്ങൾ അയക്കൽ, അപകീർത്തിപ്പെടുത്തൽ, ഇതൊക്കെ ഈ പുതിയ മാധ്യമത്തിന്റെ ശാപങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ സാധിക്കില്ല. ഒരു പ്രത്യേക വ്യക്തിയെ മാത്രം അല്ലെങ്കിൽ പ്രത്യേകമായി കർമ്മം ചെയ്യുന്ന ചില വ്യക്തികളെ മാത്രം ലാക്കാക്കി ഇങ്ങനെ ചിലർ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടാകാം. അതാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി മാറ്റി ഭീഷണിയിലൂടെയും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളിലൂടെയും ഉന്നതരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് രീതി. പ്രധാനമായും ഇതിന് തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ നിന്നും വിദേശത്ത് ക്രിസ്തീയ സുവിശേഷങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്ന സഭകളിലെ പ്രധാനികളെയാണ്. അതിൽ ഒരാളായ പാസ്റ്റർ ഡേവിഡ്സനെ മാസങ്ങൾക്ക് മുമ്പ് സംഘത്തിൽപ്പെട്ട ഒരാൾ ഫോണിൽ വിളിച്ച് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. കൊടുക്കാൻ ഡേവിഡ്സൺ തയ്യാറായില്ല. അപ്പോൾ ഡേവിഡ്സനെ ഭീഷണിപ്പെടുത്തുകയും ഇദ്ദേഹത്തെപ്പറ്റി മോശമായ വാർത്ത ഡിഫൈൻഡർ മാസികയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്റർനെറ്റ് വഴി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചതുവഴി
വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിരുന്ന ഡേവിഡ്സന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അപമാന ഭാരത്താൽ നാട്ടിൽ തിരിച്ചെത്തിയ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഡേവിഡ്സനെ മാത്രമല്ല, സമൂഹത്തിലെ പല ഉന്നതരെക്കുറിച്ചും ഇദ്ദേഹം മോശമായ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്ന് പരാതിയുണ്ട്. രാജൻ അബുദാബി, KC ജോൺ, സ്റ്റാൻലി തുടങ്ങി ക്രിസ്തീയ സഭയിലെ പ്രധാനിയായ ക്രിസ്തുദാസൻ തിരുമേനിയെ പോലും ഇദ്ദേഹം വെറുതെ വിട്ടില്ല. ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല, ഞാൻ പറയുന്ന പല ആൾക്കാരുടെ പേരുകൾ ഞാൻ പറയാം. ഇദ്ദേഹം ബെദേൽ P. ജേക്കബ്, ഇദ്ദേഹം അമേരിക്കയിലുള്ള ദേവദാസനാണ്. ഇദ്ദേഹത്തോട് $25,000 ചോദിച്ചു. അദ്ദേഹം കൊടുക്കാത്തപ്പോൾ അദ്ദേഹത്തെ പറ്റി അപകീർത്തിപ്പെടുത്തി. ഇത് റോയ് എന്ന് പറയുന്ന ഈ ദൈവദാസൻ കാലിഫോർണിയയില് ഒരു ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തോട് പൈസ ചോദിച്ചു കൊടുക്കാത്തപ്പോൾ അദ്ദേഹത്തെ എഴുതി. പിന്നെ അത് കഴിഞ്ഞ സ്റ്റാൻലി, ഇദ്ദേഹവും ന്യൂയോർക്കില് ഒരു ജോലിക്കാരനാണ്. അദ്ദേഹം പൈസ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തെ പറ്റി എഴുതി. ക്രിസ്തോസൻ തിരുമേനി, ഇദ്ദേഹത്തെ എഴുതിയിരിക്കുകയാണ് ക്രിസ്തോസ് വേണ്ടേ എന്ന അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരം ഒരു തണൽ. ഇത് ലോകം ആരാധിക്കുന്ന ഒരു ദൈവ പുരുഷനാണ്, മാർത്തോമായുടെ വലിയ തിരുമേനി. ഈ തിരുമേനിയെ പറ്റിയാണ് ഇവൻ അനാവശ്യം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അവൻ ഇവൻ എന്ന് പറയുന്ന പദം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല ഞാൻ ഒരു കാര്യം, 90-ാമത്തെ വയസ്സിൽ 3000 വീട് കൊടുത്ത്, അത് മാർത്തോമ സമുദായത്തിന് വേണ്ടിയല്ല, കത്തോലിക്ക, ക്രിസ്ത്യൻസ്, മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ദാനധർമ്മം ചെയ്ത ഒരു ദൈവദാസനാണ്. ഇദ്ദേഹത്തെ പറ്റിയും അവൻ അനാവശ്യം എഴുതിയിരിക്കുകയാണ്. കാരണം ഇതിൽ കാശ് കിട്ടണം, കാശ് കിട്ടിയില്ലെങ്കിൽ അവൻ ആരെയും എഴുതും. ഇങ്ങനെയുള്ള ഒരു പുണ്യപുരുഷനെ എഴുതുക എന്നെ പോലെ പാവങ്ങളെ വിട്ടുവയ്ക്കുമോ? ആരും എതിർക്കാൻ മെനക്കെടാത്തതിനാൽ ബാലന്റെ ഡിഫൈൻഡർ കൂടുതൽ ശക്തിയാർജിച്ചു. ഇതിന് തിരിച്ചടിയായി ഡേവിഡ്സൺ 2010 മാർച്ചിൽ ബാലനെതിരായി DSPക്ക് പരാതി നൽകി. ആദ്യത്തെ കേസന്വേഷണ ചുമതല പാറശാല CIക്കാണ് നൽകിയത്. എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം നല്ല നിലയിൽ നടന്നെങ്കിലും ക്രമേണ അന്വേഷണം മന്ദഗതിയിലായി. അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ തുടർന്നുള്ള കേസന്വേഷണം വെള്ളറട CI പ്രതാപന് കൈമാറി. ഇതനുസരിച്ച് കഴിഞ്ഞ മാസം 25-ാം തീയതി പെരുമ്പാവൂരിൽ നിന്നും ബാലനെ വെള്ളറട CI പ്രതാപനും സംഘവും അറസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തെങ്കിലും അടുത്ത ദിവസം ജാമ്യം ലഭിച്ചു. ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനായി പേരൂർക്കട പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിന്നും പോലീസ് അന്വേഷണത്തിനായി സ്റ്റേഷനിൽ ഹാജരാക്കേണ്ട പ്രതി ഹോസ്പിറ്റലിൽ നിന്നും മുങ്ങിയതായാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാലൻ ഇന്ത്യയിൽ നിന്നും കടക്കാതിരിക്കാൻ എല്ലാ വിമാനത്താവളങ്ങളിലും പോലീസ് ജാഗ്രത നൽകിയിട്ടുണ്ട്. നിരപരാധികളായ അനവധി പേരെ മാനസികമായി അപകീർത്തിപ്പെടുത്തുന്ന ബാലനെതിരെ സന്ധിയില്ലാ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ഡേവിഡ്സൺ. തനിക്കേറ്റ അപമാനം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ നിയമത്തിന്റെ മുമ്പിൽ കാരുണ്യത്തിനായി കേഴുകയാണ് ഈ വൃദ്ധൻ. ദിവസേന പോലീസ് സ്റ്റേഷനും കോടതിയുമായി മുന്നോട്ടു പോകുന്ന ഡേവിഡ്സണ് പരമകാരുണ്യവാനായ ക്രിസ്തുദേവന്റെ അദൃശ്യകരങ്ങൾ തുണയായി ഉണ്ടാകുമെന്ന വിശ്വാസമാണുള്ളത്. തന്റെ മരണം വരെ നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇദ്ദേഹം. ഈ ഡിഫൈൻഡർ എന്ന് പറയുന്ന പത്രം മറ്റുള്ള ഇവനെ വെള്ളാണ്ട പോലീസ് സ്റ്റേഷൻ പിടിച്ചു കൊണ്ടുവന്ന ഉടൻ തന്നെ പുള്ളിയാർ പറയാണ്, എന്നെ പറ്റി എഴുതിയ മാധ്യമങ്ങളെല്ലാം കള്ളത്തരമായിട്ടാണ്. 13 പത്രം, മനോരമ, മാതൃഭൂമി, 27-ാം തീയതി ഞായറാഴ്ച, ജൂൺ 27-ാം തീയതി ഞായറാഴ്ച 13 പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇന്റർനെറ്റിൽ കൂടി വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച TS ബാലൻ അറസ്റ്റിൽ നിന്ന്. അയാൾ പറയുന്നു, ഞങ്ങളുടെ മാധ്യമത്തെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. ഇദ്ദേഹം പറയുന്നത് എന്നെ പറ്റി എഴുതിയിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം കള്ളമാധ്യമമാണ് എന്ന് വെച്ചാൽ ഇദ്ദേഹം മാത്രമാണ് നല്ല മാധ്യമം, ബാക്കിയുള്ള മാധ്യമമെല്ലാം കള്ളത്തരമാണ് എന്നാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തെ ന്യായത്തിന്റെ മുമ്പേ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് പറയാനുള്ളത്, എൻ്റെ വൈഫിനെ പറ്റി എന്നെ ഇങ്ങനെ ഒരു കള്ളത്തരമായ ഒരു ഇത് കേട്ടത് കൊണ്ട് എന്നെ ജഡ്ജി അദ്ദേഹം വിളിച്ചിരുന്നു. സർട്ടിഫിക്കറ്റുകളെല്ലാം ചോദിച്ചു, ഡെത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചു, എല്ലാം കൊണ്ട് ഹാജരായി കഴിഞ്ഞ ശേഷമാണ് അവർ കേസ് ഫയൽ ചെയ്യുവാനിടയായി തീർന്നത്. എനിക്ക് വളരെ ബഹുമാനമുണ്ട്. അപമാനിക്കപ്പെടുക എന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. അതിനാര് തുനിഞ്ഞാലും ഇരയാകുന്നവൻ തന്നെയാണ് ഏറ്റവും വലിയ അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. എന്തായാലും പാസ്റ്റർ ഡേവിഡ്സണ് ഇതൊരു നല്ല പാഠമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഇതിന് ഇരയായവർ പലരും നിശബ്ദരായപ്പോഴും ഡേവിഡ്സൺ വളരെ ശക്തിയോടെ ഉറച്ചു നിൽക്കുന്നു.
തനിക്കെതിരെ അനീതി കൊണ്ടുവന്നവനെ തുലയ്ക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി. നിയമവും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തെളിവുകളോടുകൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും പാസ്റ്റർ ഡേവിഡ്സനെ പോലുള്ളവർ വിജയിക്കും. അങ്ങനെ നേർക്കാഴ്ചയുടെ 1 ലക്കം കൂടി ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച വിശേഷങ്ങളുമായി. അതുവരെ എല്ലാവർക്കും